പത്തനംതിട്ടയിൽ സഹപാഠികൾ പീഡിപ്പിച്ചുവെന്ന 13-കാരിയുടെ വ്യാജപരാതിയിൽ കസ്റ്റഡിയിലെടുത്ത പോലീസ് മർദ്ദിച്ചുവെന്നാരോപിച്ച് 20-കാരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകി. കൂടൽ എസ്.ഐ ജയമോഹനും സംഘവും മർദ്ദിച്ചതായാണ് യുവാവിന്റെ പരാതി. സിവിൽ വേഷത്തിൽ പോലീസ് തന്റെ വീട്ടിലെത്തുകയും ബലപ്രയോഗത്തിലൂടെ വാഗണർ കാറിൽ കയറ്റുകയും ചെയ്തു. നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോയി. പോലീസ് തിരിച്ചും മറിച്ചും തന്നെ ചോദ്യം ചെയ്തുവെന്നും യുവാവ് പറയുന്നു. ഊരാളുങ്കലിന് കനത്ത പ്രഹരം. നിയമസഭയിലെ കോടികളുടെ കരാറുകൾ സ്പീക്കർ റദ്ദാക്കി. മുൻ LDF സർക്കാരിന്റെ കാലത്ത് നിയമസഭയ്ക്കുള്ളിലെ വിവിധ നവീകരണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അനുവദിച്ച കരാറുകളും ഫണ്ട് ഉത്തരവുകളും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റദ്ദാക്കി. പ്രവർത്തികളിൽ ഗുരുതരമായ വീഴ്ചകളും ക്രമക്കേടുകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്പീക്കറുടെ അടിയന്തര ഇടപെടൽ. സഭയിലെ ഡൈനിങ് ഹാൾ നവീകരണത്തിനായുള്ള 7.5 കോടി രൂപയുടെ വൻകിട കരാർ ഉൾപ്പെടെയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് ഊരാളുങ്കലിന് നിയമസഭയിൽ ലഭിച്ച വഴിവിട്ട ആനുകൂല്യങ്ങളും കരാറുകളും വൻ അഴിമതിയിലേക്കാണ് വിരൽ ചൂണ്ടിയതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വിഷയത്തിൽ സ്പീക്കർ ഉടൻ തന്നെ സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കുമെന്നാണ് സൂചന. വൻതുക പിഴ ചുമത്തി മോട്ടോർ വാഹന വകുപ്പ്. പിഴയടയ്ക്കാൻ 1 രൂപ ചലഞ്ചുമായി ബസ് ഉടമ. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിനെ തുടർന്ന് സ്വകാര്യ ബസ് മേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. വരുമാന നഷ്ടം മൂലം സർവീസ് മുടങ്ങിയതിന് മോട്ടോർ വാഹന വകുപ്പ് വൻതുക പിഴ ചുമത്തിയതോടെ വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു ബസ് ഉടമ. പിഴത്തുകയായ 7,500 രൂപ അടയ്ക്കാൻ യാത്രക്കാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഗൂഗിൾ പേ വഴി 1 രൂപ വീതം സമാഹരിക്കുന്ന ചലഞ്ചാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ഇന്ന് വിധിയില്ല. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ കോടതി ഇന്ന് വിധി പ്രസ്താവിക്കില്ല. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 4 ജഡ്ജി കെന്നത്ത് ജോർജിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് വിധി പ്രസ്താവം മാറ്റിവെച്ചത്. നെന്മാറ പോത്തുണ്ടി തിരുത്തുപാടം ബോയിൻ ഉന്നതിയിലെ ചെന്താമരയാണ് കേസിലെ പ്രതി. മലമ്പുഴ ജയിലിൽ കഴിയുന്ന ചെന്താമരയെ ഇന്ന് ഹാജരാക്കേണ്ടെന്ന് കോടതി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. നെന്മാറ പോത്തുണ്ടി തിരുത്തുംപാടം ബോയൻ ഉന്നതിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി വിധി പറയുന്നത്. സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ പ്രതി അനുഭവിച്ചു വരികയാണ്. സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത കേസ്. ആത്മഹത്യക്ക് ശ്രമിച്ച 2ാമത്തെ യുവതിയും മരിച്ചു. ബെങ്ങാനൂരിൽ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയ സ്ത്രീ തിരികെ നൽകാത്തതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ച 2ാമത്തെ യുവതിയും മരിച്ചു. ബെങ്ങാനൂർ ചാവടിനിറ സ്വദേശിനി ഐശ്വര്യയാണ് മരിച്ചത്. സ്വകാര്യ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. ആത്മഹത്യക്ക് ശ്രമിച്ച ഇതേ സ്ഥാപനത്തിലെ ജോലിക്കാരിയായ അഞ്ജു ഇന്നലെ മരിച്ചിരുന്നു. സ്വർണം വാങ്ങിയ ശേഷം മുങ്ങിയ പനങ്ങോട് സ്വദേശിനിയായ സിന്ധുകുമാരിയെ വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതി സിന്ധുവിനെതിരെ പോലീസിന് പരാതി പ്രളയമാണ്. 10 കേസുകളാണ് സിന്ധുവിനെതിരെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുള്ളത്. സാമ്പത്തിക തട്ടിപ്പും വഞ്ചനയുമാണ് പരാതികളിലുള്ളത്.